ഹായ് ഓൾ, വെൽക്കം ടു ഹസീൻ ബേക്ക് ആർട്സ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്കി നട്ട് കേക്കാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഇവ 4 മിക്സ് ചെയ്ത് നല്ലവണ്ണം അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ട, കുറച്ച് വാനില എസൻസ്, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പാല്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇതിനിടയ്ക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് അല്പാൽപമായി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്യുക. ഈ മുട്ട പഞ്ചസാര മിക്സ് നല്ല ഫ്ലഫിയായി വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. 180 ഡിഗ്രിയിൽ നമുക്ക് ഒരു 10 മിനിറ്റ്സ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ മൈദ മിക്സ് മുട്ട മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പാൽപമായി. ഇതിനിടയ്ക്ക് പാലും കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ മുട്ട മൈദ പാല് മിക്സ് കംപ്ലീറ്റ് ചേർത്തതിന് ശേഷം നമുക്കൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ബേസിലേക്ക് ഈ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്ത് 180 ഡിഗ്രിയിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 35 മിനിറ്റിന് ശേഷം ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കുമ്പോൾ സ്ക്വയറിൽ ഇത് പറ്റിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ്സും കൂടെ ബേക്ക് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കേക്ക് പുറത്തെടുത്ത് തണുക്കാൻ വെക്കുക. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഷുഗർ സിറപ്പിന് വേണ്ടി 1 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. ഇത് മൂന്നും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് ചൂടാക്കി തിളപ്പിച്ച് തണുപ്പിക്കാൻ വെക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ നട്ട്സ് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരു 15 ആൽമണ്ടും 15 കാഷ്യൂവും റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം. ഇത് ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഷുഗർ ആഡഡ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഷുഗർ ചേർക്കണ്ട. ഇത് നല്ലവണ്ണം സ്റ്റിഫ് പീക്കാവുന്നത് വരെ ബീറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കേക്ക് ബേസ് പുറത്തെടുത്ത് 4 ലെയറായിട്ട് കട്ട് ചെയ്യുക. 7 ഇഞ്ചിൻ്റെ കേക്ക് ബേസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേക്ക് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാം. ഒരു കേക്ക് ബേസിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് നല്ലവണ്ണം വെറ്റ് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത ശേഷം വിപ്പിംഗ് ക്രീം അല്പം സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ഡ്രൈ റോസ്റ്റഡ് നട്ട്സും വിതറുക. അങ്ങനെ ഈ 4 ലെയറിലും ഈ പ്രോസസ്സ് തുടരുക. അതിനുശേഷം ഒരു ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കണം അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് നമ്മുടെ ഈ കേക്കിന് ഫൈനൽ കോട്ട് കൊടുക്കാം. സാധാരണ മിൽക്കി നട്ട് കേക്കിന് ഡെക്കറേഷൻ എന്ന് വെച്ചാൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷെ ടോപ്പിംഗ് കൊടുത്ത് അതിന് മുകളിൽ ഡ്രൈ നട്ട്സ് വിതറി ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇത് എൻ്റെ ഒരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ആയതുകൊണ്ട് ഞാനൊരു ഫോണ്ടൻ ഡെക്കറേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു ട്രെയിൻ തീമിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.